ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 5 തെലുങ്ക് ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 5ാം സ്ഥാനത്തുള്ള ചിത്രം പ്രശാന്ത് നീലിന്റെ സംവിധാനത്തിൽ പ്രഭാസ് നായകനായി എത്തിയ സലാറാണ്. സലാർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 600 കോടിക്ക് മുകളിലാണ് നേടിയത്. 4ാം സ്ഥാനത്തുള്ള ചിത്രം മറ്റൊരു പ്രഭാസ് ചിത്രം തന്നെയാണ്, കൽക്കിയാണ്. ദീപിക പദുക്കോൺ അതുപോലെ അമിതാഭ് ബച്ചൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 1000 കോടിക്ക് മുകളിലാണ് നേടിയത്. 3ാം സ്ഥാനത്തുള്ള ചിത്രം എസ് രാജമൗലിയുടെ ചിത്രമാണ്, ആണ്. ആർ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 1200 കോടിക്ക് മുകളിൽ നേടിയിരുന്നു. 2ാം സ്ഥാനത്തുള്ള ചിത്രം അല്ലു അർജുന്റെയാണ്, പുഷ്പ 2 ആണ്. പുഷ്പ 2 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 1700 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിരുന്നു. 1ാം സ്ഥാനത്തുള്ള ചിത്രം തെലുങ്കിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യത്തെ 1000 കോടി ചിത്രമാണ്, ബാഹുബലി 2 ആണ് 1ാം സ്ഥാനത്തുള്ളത്. രാജമൗലിയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 1700 കോടിക്ക് മുകളിലാണ് ബാഹുബലി 2 നേടിയത്. അപ്പോൾ തെലുങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 5 ചിത്രങ്ങൾ ഇതൊക്കെയാണ്: ബാഹുബലി 2, പുഷ്പ 2, ആർ, കൽക്കി, സലാർ. ഇതിൽ പ്രഭാസിന്റെ 3 ചിത്രങ്ങളും രാജമൗലിയുടെ 2 ചിത്രങ്ങളുമാണ് ഈ ലിസ്റ്റിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഏതെല്ലാമാണെന്ന് കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ദിവസവും ബോക്സ് ഓഫീസ് അപ്ഡേറ്റും അതുപോലെ തന്നെ സിനിമ അപ്ഡേറ്റുകൾ, സിനിമ റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ച് അടുത്ത വീഡിയോയിലൂടെ കാണാം.